ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ പാർട്ട് 2 ആണ്. ഞാൻ ഓൾറെഡി പാർട്ട് 1 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം എല്ലാവരും ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ പ്രോബ്ലം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ഇമ്പോർട്ടൻ്റ്, ആ തിയറി ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണേ. ഡ്രാഫ്റ്റ് ട്യൂബ്, ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്സ്, ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ഒരു ഫിഗർ വരയ്ക്കുക, അതിനെക്കുറിച്ച് ചെയ്താൽ ഫങ്ഷൻസ് ചെയ്താൽ വർക്കിംഗ് ചെയ്താൽ, പിന്നെ ടൈപ്സ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ്സ്, 2-3 ഡ്രാഫ്റ്റ് ട്യൂബ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ ചോദിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻ. ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഇതന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെലോസിറ്റി ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ വെലോസിറ്റി ട്രയാങ്കിൾസ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്. വെലോസിറ്റി ട്രയാങ്കിൾസ്, വെലോസിറ്റി ട്രയാങ്കിൾസ് അൺസിമെട്രിക്കൽ കേർവ്ഡ് ലൈൻസിനുണ്ട്. അൺസിമെട്രിക്കൽ മൂവിങ് കേർവ്ഡ് പ്ലേറ്റ്സ്, കേർവ്ഡ് പ്ലേറ്റ്സ്. പിന്നെ ഇത് പെൽട്ടൺ ടർബൈൻ, പിന്നെ ഫ്രാൻസിസ് ടർബൈൻ, പിന്നെ 3 ടർബൈനിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ, പിന്നെ കപ്ലാൻ ടർബൈൻ. ഫസ്റ്റ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് അൺസിമെട്രിക്കൽ മൂവിങ് കേർവ്ഡ് പ്ലേറ്റിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ. അൺസിമെട്രിക്കൽ മൂവിങ് കേർവ്ഡ് പ്ലേറ്റ് വെലോസിറ്റി ക്വസ്റ്റ്യൻ സീരീസ് ഓഫ് വിങ്സ് എന്നെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അൺസിമെട്രിക്കൽ മൂവ്ഡ് പ്ലേറ്റ് അസ്യൂം ചെയ്തിട്ട് വെലോസിറ്റി ട്രയാങ്കിൾ വരക്കേണ്ടി വരും. ഓക്കെ, ഈ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കുന്നതിന് 3 മാർക്ക് കിട്ടും, 3-2 മാർക്ക് കിട്ടി വരും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ എന്താക്കുക, ജസ്റ്റ് ഇത് റഫായിട്ടൊന്ന് വരച്ച് നോക്കാം കേട്ടോ. ഇപ്പോൾ കേർവ്ഡ് പ്ലേറ്റ് വരക്കാം. ഇൻലെറ്റ് ഇതിലൊരു ട്രയാങ്കിൾ ഉണ്ടോ? ഓക്കെ, ഇത് ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ. നീറ്റായിട്ട് വരക്കണം. ഓക്കെ, ഇത് പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ, കേർവ്ഡ് പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെർമിനോളജി ഞാൻ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് വേണമെങ്കിൽ ചെയ്താൽ ഇത് പഠിക്കേണ്ടി വരും. ഓക്കെ, ഇൻലെറ്റിൽ കയറുന്ന വെലോസിറ്റി v1, ഔട്ട്ലെറ്റിൽ കയറുന്ന വെലോസിറ്റി v2. ഔട്ട്ലെറ്റ്, ഇൻലെറ്റ്. ഓക്കെ, ആൽഫ ആൻഡ് ബീറ്റ. ആൽഫ എന്താ? ആംഗിൾ ബിറ്റ്വീൻ, ഇവിടെ ബീറ്റ. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് യു, അല്ലെങ്കിൽ ഗൈഡ് ബ്ലേഡ് ആംഗിൾ. ഗൈഡ് ബ്ലേഡ് ആംഗിൾ ഇന്നറ്റിൽ എന്ത് വരും? ആൽഫ. ഗൈഡ് ബ്ലേഡ് ആംഗിൾ ഔട്ട്ലെറ്റിൽ എന്ത് വരും? ബീറ്റ. ഓക്കെ, ഗൈഡ് ബ്ലേഡ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് യു കേട്ടോ, സെയിം തന്നെ ഇവിടെ. പിന്നെ എന്തുള്ളേ? പിന്നെ തീറ്റ ഫൈ. തീറ്റ ഫൈൻ വെയിൻ ആംഗിൾ എന്ന് പറയും, വെയിൻ ആംഗിൾ. ഇത് വെയിൻ ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ്, വെയിൻ ആംഗിൾ അറ്റ് ഇൻലെറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. പിന്നെ VR1 ഉണ്ട്,
VR2 ഉണ്ട്, പിന്നെ VF1 ഉണ്ട്, VF2 ഉണ്ട്, പിന്നെ VW1 ഉണ്ട്, VW2 ഉണ്ട്. ഓക്കെ, ഇത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ജെറ്റ് ആൻഡ് പ്ലേറ്റ് ആണ്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ജെറ്റ് ആൻഡ് പ്ലേറ്റ്. ഇത് VF1 എന്ന് വെച്ചാൽ എന്താ? വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ മതി. വെലോസിറ്റി ഓഫ് ഫ്ലോ. അതേപോലെ സിമിലർലി ഔട്ട്ലെറ്റ് വെലോസിറ്റി ഓഫ് ഫ്ലോ. VW1 വെലോസിറ്റി ഓഫ് വേൾഡ് വെലോസിറ്റി എന്ന് പറയും. വേൾഡ് വെലോസിറ്റി. ഈ വെലോസിറ്റി ഓഫ് ബിറ്റ്വീൻ V1 ആൻഡ് V2. ഓക്കെ, വെലോസിറ്റി ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഇത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയും. വെലോസിറ്റി ഓഫ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ഇത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യാൻ പോകുന്ന ഈ ഇത്രയും സാധനങ്ങൾ ഈ ട്രയാങ്കിളിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്താ? ഇതാണ് ആൽഫ. ആൽഫ എന്ന് വെച്ചാൽ ഗൈഡ് ആംഗിൾ. ഇത് തീറ്റ. ഇവിടുന്ന് ഇടത്തേക്കുള്ള വെലോസിറ്റിയാണ് V1. ഇത് VF1 വെലോസിറ്റി ഓഫ് ഫ്ലോ, ഹൊറിസോണ്ടലാണ്. അല്ല, ഇത് വെർട്ടിക്കലാണ്. വെലോസിറ്റി ഓഫ് ഫ്ലോ എന്താ? വെർട്ടിക്കലാണ്. എന്താ ഇത്? ഇവിടുന്ന് ഇടം വരെ U1. ഫുൾ ട്രയാങ്കിൾ എന്ത് വരും? VW1. ഇത് മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമിലർലി എന്ത് വരും? ഔട്ട്ലെറ്റിൽ എന്ത് വരും? ഇത് ആൽഫ വരും, ഇത് ബീറ്റ വരും, പിന്നെ ഇത് U2 വരും, ഇത് ഈ ഡിസ്റ്റൻസ് VW2, അതായത് വെലോസിറ്റി വരും. ഇത് VR2 വരും, ഇത് VF2. വെർട്ടിക്കലി ഇത് ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അൺസിമെട്രിക് മൂവിങ് കർവ്ഡ് പ്ലേറ്റിൻ്റെ വെലോസിറ്റി ട്രയാങ്കിളും കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടത്. ഇതറിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോബ്ലം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അടുത്തൊരു ഡെറിവേഷൻ ചോദിച്ചതാണ്. ഷോ ദാറ്റ് ഫോർ എ സീരീസ് ഓഫ് curved plate work done by the jet per second. Radial vanes ഇവിടെ done per second. ഇത് ഷോ ദാറ്റ് ചെയ്യാൻ അവർ തന്നിട്ടുണ്ട് ഓൾറെഡി. അതായത് വർക്ക് ഡൺ പെർ സെക്കൻഡ് ρA V1 ഇൻറ്റു VW1 U1 പ്ലസ് ഓർ മൈനസ് VW2 U2. ഇത് പ്രൂവ് ചെയ്യണം. ഇതൊരു KE മാർക്കിന് ചോദിച്ചത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. ഈ വൈക്കോ. അപ്പം ഇതിങ്ങനെ പ്രൂവ് ചെയ്യാം. നമുക്കറിയാം അൺസിമെട്രിക്കൽ കർവ്ഡ് പ്ലേറ്റിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരയ്ക്കുക. അതിനെക്കുറിച്ച് എഴുതാം. ഓക്കെ, V എന്താണെന്ന് എല്ലാ ടേമും പറഞ്ഞു കൊടുക്കുക. ഇത് ആൽഫ, ഇത് തീറ്റ, ഇത് ഫൈ, ഇത് ബീറ്റ. ഈ ഡിസ്റ്റൻസ് U2, ഇത് VW2, ഇത് VF2, ഇത് V2. ഓക്കെ,
ഇത് V1. നിങ്ങൾ ജസ്റ്റ് 2-3 വട്ടം വരച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് പഠിച്ചാൽ ഫ്രാൻസിസും കപ്ലാനെല്ലാം ഏകദേശം ഇതുപോലെ തന്നെ, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. VW1 VF1. അപ്പോൾ കൺസിഡർ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. സീരീസ് ഓഫ് വേർഡിനെ പ്ലെയിനിൽ ഇങ്ങനെയുള്ള സാധാരണ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഇതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫ്രിക്ഷൻ ഇല്ലാത്ത കേസ് എടുക്കുക, ഫ്രിക്ഷൻലെസ് പ്ലേറ്റ് വെച്ചിട്ട്. അപ്പോൾ U1 ഈക്വൽ ടു അസ്യൂം, കുറച്ച് അസംഷൻ ഉണ്ട്. അപ്പോൾ അസ്യൂം U1 U2 U ആയിട്ട് കൺസിഡർ ചെയ്യുക. VR1 ഈക്വൽ ടു VR2 V ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ കൂടെ അപ്ലൈ ഇമ്പൾസ് മൂവിൻ്റെ പ്രിൻസിപ്പിൾ. ഇത് മൂവിങ് പ്ലേറ്റാണ്, പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട് ജി. അപ്പോൾ ഇമ്പൾസ് മൂവ്മെൻ്റ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൊണ്ട് കിട്ടും. അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തൊരു Fx ഈക്വൽ ടു m/t ഇൻറ്റു നമ്മൾ ജനറൽ ഇക്വേഷൻ x1 മൈനസ് x2. ഓക്കെ, ഇവിടെ Vx1 എന്താ സംഭവിക്കുന്നത്? ഒറിസോണ്ടൽ കമ്പോണൻ്റ് എന്താ സംഭവിക്കുന്നത്? VW1 മൈനസ് U1. ഓക്കെ, VW1. അപ്പോൾ ഇവിടെ U1 എന്ന് വെച്ചാൽ UN. അപ്പോൾ എന്ത് വരും? VW1 മൈനസ് U1. അപ്പോൾ Vx2 എന്ത് വരും? സിമിലർലി VW2 മൈനസ് U. നേരെ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ Fx ഈക്വൽ ടു m/t VW1 മൈനസ് U മൈനസ് VW2 മൈനസ് U. ഓക്കെ, ഇന്ന് U എന്തായിപ്പോൾ കട്ടായിപ്പോൾ. ഓക്കെ, സോറി, VW2 പ്ലസ് XU ആണ് ഇവിടെ വരാം കേട്ടോ. ഈ X ഹൊറിസോണ്ടൽ എന്ത് വരും? VW2 പ്ലസ് U2 ആണ് ഈ ഭാഗം. അപ്പോൾ ഇവിടെ ഇത് പ്ലസ് ഇത് മൈനസ്, ഈ യും കട്ടായിട്ട് എന്ത് വരും? Fx ഈക്വൽ ടു m/t ഇൻറ്റു VW1 മൈനസ് VW2 വരും കേട്ടോ. നമുക്ക് ഇവിടെ പ്ലസ് ഓർ മൈനസ് എടുക്കും. ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പ്ലസ് ഓർ മൈനസ് എടുക്കേണ്ടി വരും കേട്ടോ. ഡയറക്ഷൻ നോക്കിയിട്ട് പ്ലസ് ഇടാം അല്ലെങ്കിൽ മൈനസ് ഇടാം. ഓക്കെ, അപ്പോൾ m/t എന്ന് വെച്ചാൽ ρAV ആണ്. VW1 പ്ലസ് ഓർ മൈനസ് VW2 Fx വരും. ഇങ്ങനെ കിട്ടിയില്ലേ? നമുക്കറിയാം വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു Fx ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റാണ്. അതായത് പവറാണ് ഉദ്ദേശിക്കുന്നത് വർക്ക് ഡൺ പെർ സെക്കൻഡ്. ഇപ്പോൾ Fx ഓൾറെഡി നമുക്ക് കിട്ടി. ഇപ്പോൾ ρAV ഇൻറ്റു VU1 പ്ലസ് V2. അപ്പോൾ എന്താ? ഇനി ഈ U ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ρAV ഇൻറ്റു VW1 U1 പ്ലസ് ഓർ മൈനസ് VW2 U. ഇപ്പോൾ U1 എന്ന് വെച്ചാൽ എന്താ? U എന്ന് വെച്ചാൽ എന്താ? U1 നമുക്ക് ഇവിടെ വേണമെങ്കിൽ ചെയ്താൽ. അപ്പോൾ നമുക്ക് സാധനം കിട്ടി. ρAV ഇൻറ്റു VW1 U1 പ്ലസ് ഓർ മൈനസ് VW2 U2. ഇതാണ് ഓരോ ഡിറൈവ് ചെയ്താണ്. ഒരിക്കൽ എഫിഷ്യൻസി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എഫിഷ്യൻസി ഇതേപോലെ ചോദിച്ചാൽ എന്താക്കണം? എഫിഷ്യൻസി ഇക്വേഷൻ നമുക്കറിയാം ഓൾറെഡി. എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ടിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? വർക്ക് ഡൺ പെർ സെക്കൻഡ്. ഇൻപുട്ടിൽ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ്. അപ്പോൾ എന്തൊരു ρAV ഇൻറ്റു VW1 U1 പ്ലസ് ഓർ മൈനസ് VW2 U2 ഡിവൈഡ് ബൈ ഇതൊരു കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് എന്തൊരു ഹാഫ് ρA. നമ്മൾ ഓൾറെഡി മറ്റേ ഇതിൽ പറഞ്ഞതാണ് ഹാഫ് ρAP ക്യൂബ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കാം. ഓക്കെ, അങ്ങനെ ഇതാ വേണമെങ്കിൽ റോവും എ എല്ലാം കട്ടാക്കിയിട്ട് ഒരു 2 മുകളിൽ പോയിട്ട് ഒരു ഇക്വേഷൻ കിട്ടും. അങ്ങനെയും വേണമെങ്കിൽ ചെയ്താൽ. ഓക്കെ, ഫൈനൽ ഇക്വേഷൻ. അടുത്തതാണ് നമ്മൾ എഫിഷ്യൻസി ഓഫ് ടർബൈൻസിൻ്റെ എഫിഷ്യൻസി. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഓക്കെ, ഇതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടാണ് മോസ്റ്റ്ലി പ്രോബ്ലം ചോദിക്കുക. എഫിഷ്യൻസി ഓഫ് ടർബൈൻ.
ഈറ്റ. നമ്മൾ ടെർബൈൻ്റെ കേസ് പറയുമ്പോൾ 3 പാർട്ടാണ് ടെർബൈനിൽ. ഇൻലെറ്റ് പാർട്ട്, പിന്നെ റണ്ണർ പാർട്ട്, പിന്നെ ഷാഫ്റ്റാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 പാർട്ട്. ടർബൈൻ കൺസിസ്റ്റ് ഓഫ് 3 പാർട്ട്. അപ്പോൾ ഇവിടുന്ന് ഇൻലെറ്റിൽ നിന്ന് റണ്ണർ കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്? ഇൻലെറ്റിലാണ് വർക്ക് ഡൺ പെർ സെക്കൻഡ് സംഭവിക്കുന്നത് കേട്ടോ. അല്ല, ഇൻലെറ്റിൽ കൈനറ്റിക് എനർജി പെർ സെക്കൻഡാണ് സംഭവിക്കുന്നത്. ഇവിടെയാണ് വാട്ടർ പവർ. ഓക്കെ, കൈനറ്റിക് എനർജി പെർ സെക്കൻഡ്. റണ്ണറിലാണ് വർക്ക് ഡൺ പെർ സെക്കൻഡ് നടക്കുക. ഓക്കെ, വർക്ക് ഡൺ പെർ സെക്കൻഡ്. ഇവിടെ എന്താ മെക്കാനിക്കൽ ലോസ് നടക്കുന്നത്. മെക്കാനിക്കൽ ലോസ് ഇത് ഇവിടെ ഹൈഡ്രോളിക് ലോസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഹൈഡ്രോളിക് എഫിഷ്യൻസി കിട്ടും, ഇവിടെ മെക്കാനിക്കൽ എഫിഷ്യൻസി കിട്ടും, ഇവിടെ ഓവറോൾ എഫിഷ്യൻസി കിട്ടും. ഞാൻ പറഞ്ഞു ഓൾറെഡി എഫിഷ്യൻസിൻ്റെ ഡെഫിനേഷൻ എന്താ? എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. അപ്പോൾ ഇത് മാത്രം കൺസിഡർ ചെയ്യുക. നമുക്ക് മെക്കാനിക്കൽ ഹൈഡ്രോളിക് എഫിഷ്യൻസിയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതായത് ഇതിൽ ഇൻപുട്ട് ഇത് ഔട്ട്പുട്ട് അപ്പോൾ ഇതിലേതാ വരിക? ഔട്ട്പുട്ട് റണ്ണറാണ്. അപ്പോൾ റണ്ണർ പവർ ബൈ ഇൻപുട്ട് എന്താ? ഇൻലെറ്റ് പവർ എന്ന് വെച്ചാൽ അവിടെ നടക്കുന്നത് വാട്ടർ പവറാണ്. ഇൻലെറ്റ് പവർ. ഓക്കെ, ഇതാണ് ഹൈഡ്രോളിക്കിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ട ഇത്. നമുക്കറിയാം വാട്ടർ പവർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വാട്ടർ പവർ ഈസ് ഈക്വൽ ടു റോ ജി ക്യു എച്ച്. ഇത് ഇമ്പോർട്ടൻ്റാണ്. ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ്. അപ്പോൾ ഇവിടെ റൊട്ടേറ്റിംഗ് നടക്കുമ്പോൾ അവിടെ മെക്കാനിക്കലാണ് സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത കണ്ടുപിടിക്കേണ്ടത് എന്താ? മെക്കാനിക്കൽ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് ഇൻലെറ്റ്. അപ്പോൾ ഇത് രണ്ടും മാത്രം കൺസിഡർ ചെയ്യുക, റണ്ണറും ഷാഫ്റ്റും കൺസിഡർ ചെയ്യുക. അപ്പം മെക്കാനിക്കൽ ഇൻപുട്ട് റണ്ണർ, ഔട്ട്പുട്ട് എന്താ? ഷാഫ്റ്റ്. അപ്പോൾ ഷാഫ്റ്റ് പവർ ഡിവൈഡ് ബൈ റണ്ണർ പവർ. ഓക്കെ, അപ്പോൾ SP ബൈ RP എന്ന് ഷോർട്ടാക്കിയിട്ട് ഞാൻ എഴുതുന്നത്. ഷാഫ്റ്റ് പവർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? ഷാഫ്റ്റ് പവർ കണ്ടുപിടിക്കുന്നത് 2π NT/60. സാധാരണ നമ്മൾ പവർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് ഇത്, 2π NT/60. ഇനി പ്രഷർ ചിലപ്പം കണ്ടുപിടിക്കേണ്ടി വരും. പ്രഷർ ഈസ് ഈക്വൽ ടു H ρg അല്ലെങ്കിൽ ρgh. ഓക്കെ, ഇനി ഓവറോൾ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ? ഓവറോൾ ഇൻലെറ്റും ഷാഫ്റ്റും തമ്മിലുള്ള ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇൻലെറ്റാണ് ഇൻപുട്ട്, മറ്റേത് ഔട്ട്പുട്ട് എന്താ? ഷാഫ്റ്റ്. ഇപ്പോൾ എന്തൊരു ഷാഫ്റ്റ് പവർ ബൈ ഇൻലെറ്റ് പവറിന് എന്താ പറയുക? വാട്ടർ പവർ എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ചിലപ്പോൾ എമ്മും മെക്കാനിക്കൽ എഫിഷ്യൻസിയും ഹൈഡ്രോളിക് എഫിഷ്യൻസി വന്നാൽ എന്താക്കുക? ഓവറോൾ എഫിഷ്യൻസി കാണിക്കുക H × M. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കട്ടായി പോകും. റണ്ണർ പവർ കട്ടായിട്ട് ലാസ്റ്റ് എന്ത് കിട്ടും? H × M എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യമാണ് എഫിഷ്യൻസിനെ കുറിച്ച് പഠിക്കേണ്ടത്. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കും. ഒരു പ്രോബ്ലത്തിൽ എഫിഷ്യൻസി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ടർബൈൻ്റെ പ്രോബ്ലത്തിൽ എഫിഷ്യൻസി ചോദിക്കേണ്ടെങ്കിൽ എല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അടുത്തതാണ് ടർബൈൻ്റെ പെൽറ്റൺ ടർബൈൻ. അപ്പോൾ പെൽറ്റൺ ടർബൈൻ്റെ കാര്യങ്ങൾ പറയാം. ഇറ്റ് ഈസ് എ ഇമ്പൾസീവ് ടർബൈനാണ്. ചിലപ്പോൾ കമ്പാരിസൺ ബിറ്റ്വീൻ പെൽറ്റൺ മറ്റേ കപ്ലാൻ ആൻഡ് ഫ്രാൻസിസ് ടർബൈൻ ചോദിക്കലുണ്ട്. അപ്പോൾ അതൊന്ന് പഠിക്കണം കേട്ടോ.
ഇപ്പോൾ ഏതെല്ലാം റിയാക്ഷൻ ടർബൈൻ ആണോ ഇമ്പൾസീവ് ടർബൈൻ ആണോ എന്നെല്ലാം പറയണം. ഓക്കെ, ഇപ്പോൾ ഇമ്പൾസീവ് ടർബൈൻ ആണ്. പിന്നെ ഇതിൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. ഓൺലി കൈനറ്റിക് എനർജി ഈസ് പ്രസൻറ്റ്. അടുത്തെന്താ, ടു വർക്ക് ഓൺ ദ അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ ഇത് കാരണത്തിൽ അത് വർക്ക് ചെയ്തോളൂ. ഇറ്റ് വർക്ക്സ് ഓൺ atmospheric pressure. Also, it is a tangential flow. It's a tangential flow turbine. പിന്നെ അടുത്തെന്താ, it's a high head turbine. ഹൈ ഹെഡ് ടർബൈൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ് ഭയങ്കര 2 to 4 കിലോമീറ്ററാണ് ഏകദേശം ഇൻ ടേംസ് ഓഫ് വാട്ടർ. ഓക്കെ, ഇനി നമുക്ക് പെൽറ്റൺ ടർബൈൻ്റെ വെലോസിറ്റി ട്രയാങ്കിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ജസ്റ്റ് പെൽറ്റൺ ടർബൈൻ്റെ ഒരു ഫിഗർ വരക്കാം. ടർബൈൻസ് ഡാമിൽ അവിടെയെല്ലാം ഉണ്ടാവും. ഓക്കെ, ഇവിടെ എന്തുണ്ടാവും, കപ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഫിഗറെല്ലാം വരക്കണം കേട്ടോ. ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് ഡെപ്ത് നോളജിൽ എഴുതിക്കോ, ഫിഗറെല്ലാം വരച്ചിട്ട് എഴുതിക്കോ. ഇവിടുന്ന് ജെറ്റ് വന്നിട്ട് ഇടിക്കുന്നു. ഓക്കെ, ഇതാണ് ഫിഗർ പെൽറ്റൺ ടർബൈൻ്റെ. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡബിൾ ഹെമിസ്ഫെറിക് കപ്പ്. ഡബിൾ ഹെമിസ്ഫെറിക് കപ്പ് ഉണ്ട്. പിന്നെ അതായത് ഇത് തട്ടുന്നത് ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ഇങ്ങനെയുള്ള സാധനത്തിൻ്റെ ഉള്ളിൽ ഈ സെൻറ്ററിൽ വന്നിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് ദ ഇതുണ്ടാവും, കപ്പിൽ സ്പ്ലിറ്റർ ഉണ്ടാവും. ഓക്കെ, സെൻറ്റർ ഓഫ് സ്പ്ലിറ്റർ. ജെറ്റ് ഹിറ്റ് ഓൺ സെൻറ്റർ. ഓക്കെ, ജെറ്റ് സെൻറ്റർ ഓഫ് ഹിറ്റ് ഓൺ ദ സെൻറ്റർ. സ്പ്ലിറ്ററിൽ വന്നിട്ട് തട്ടുമ്പോൾ രണ്ട് സ്പ്ലിറ്റായി പോകും. അപ്പോൾ നമുക്ക് വെലോസിറ്റി ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാൻ പറ്റുക? അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാകുക, ഇവിടെ വന്നിട്ട് ജെറ്റ് വന്നിട്ട് അടിക്കുക. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഇതിൽ വെലോസിറ്റി ട്രയാങ്കിൾ വയ്ക്കാം. വെലോസിറ്റി ട്രയാങ്കിൾ ഓഫ് പെൽറ്റൺ ടർബൈൻ. ഇതൊന്ന് നീറ്റായിട്ട് വരക്കണേ. ഇപ്പോൾ സെൻട്രലിൽ വന്ന് തട്ടുന്നതുകൊണ്ട് V1 ഈസ് ഈക്വൽ ടു dW1. ഇതെന്ത് വരും, ഈ ഡിസ്റ്റൻസ് U1, ഈ ഡിസ്റ്റൻസ് VR1, പിന്നെ VF1 ഈക്വൽ ടു 0 ആയിരിക്കും. 3 അസംഷനാണ് വരക്കേണ്ടത്. താഴെ ട്രയാങ്കിൾ ഉണ്ട്, ഔട്ട്ലെറ്റിൽ മാത്രമേ ട്രയാങ്കിൾ വരക്കേണ്ടി വരും. ഇതൊന്ന് നീറ്റായിട്ട് വരക്കണം. ഓക്കെ, അപ്പോൾ സെൻട്രലിൽ വന്നിട്ടാണ് ജെറ്റ് വന്നിട്ട് അടിക്കുന്നത്, സ്പ്ലിറ്ററിന് മതി. ഓക്കെ, ഇതെന്താവും VR2, ഇത് തീറ്റ, ഔട്ട്ലെറ്റിൽ തീറ്റ ബീറ്റ, പിന്നെ VF2, മുകളിൽ U2 VW2. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അസംഷൻ ഇവിടെ എടുക്കുന്നതല്ല, വേൾഡ് വെലോസിറ്റി ഓഫ് വേൾഡ് VW1 ഈസ് ഈക്വൽ ടു V1. ഇത് അസംഷനാണ്. പിന്നെ വെലോസിറ്റി VF1 ഇവിടെ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. താഴെ ഒന്നുമില്ലല്ലോ, ഫ്ലോ നടക്കുന്നില്ലല്ലോ. ഇപ്പോൾ ജെറ്റ് ലീവ്സ് ഇത് വെലോസിറ്റി VR2, ജെറ്റ് ലീവ്സ് ഇത് വെലോസിറ്റി VR2. ഇനി നമ്മളിവിടെ കുറച്ച് ടെർമിനോളജി ഇതിൻ്റെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്ന് നീറ്റിൽ വരക്കണം, രണ്ട് ഹെമിസ്ഫിയറിക് കപ്പ്. ഓക്കെ, ടെർമിനോളജി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗ്രോസ് ഹെഡ് കണ്ടുപിടിക്കേണ്ടി വരും. ഗ്രോസ് ഹെഡ് നമുക്ക് നെക്സ്റ്റ് പേജിൽ എഴുതാം.
പെൽറ്റൺ ടർബൈൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ അതിനെക്കുറിച്ച് എഴുതി. ഇനി അതിൻ്റെ ഗ്രോസ് ഹെഡ് കണ്ടുപിടിക്കണം. ഗ്രോസ് ഹെഡ് HG എന്ന് പറയും. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് വാട്ടർ ലെവൽ ഓഫ് റിസർവോയർ എന്ന് വെച്ചാൽ വെള്ളം ശേഖരിക്കുന്ന ആൻഡ് ദി വാട്ടർ ലെവൽ ടെയിൽ റേസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫ്രിക്ഷൻ ഹെഡ് നമ്മൾ ഓൾറെഡി ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചു. HF = 4FL V²/2GD. ഓക്കെ, നെറ്റ് ഹെഡ് എന്ത് വരും? HG - HF. ടോട്ടൽ ഹെഡ് HG ന്ന് HF കുറച്ചാൽ മതി. പിന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താ? ആക്ച്വൽ വെലോസിറ്റിയാണ്. V1 = CV√2GH. ക്വസ്റ്റ്യനിൽ CV കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി തന്നിട്ടില്ലെങ്കിൽ 1 ആയിട്ട് കൺസിഡർ ചെയ്യും. കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി CV തന്നിട്ട് നോട്ട് ഗിവൺ ആണെങ്കിൽ 1 ആയിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, ഇതിൻ്റെ റേഞ്ച് 0 to 1 ആണ്. CVൻ്റെ വാല്യൂ. അതിൻ്റെ ഉള്ളിലാണ് ആ വാല്യൂസ് വരും. സ്പീഡ് റേഷ്യോ ഇതെല്ലാം ചിലപ്പോൾ ഡെഫിനേഷൻ ചോദിക്കും. ഡിഫൈൻ സ്പീഡ് റേഷ്യോ. ഓക്കെ, സ്പീഡ് എന്താ? U = πdN/6. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം N തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്. ഇതെല്ലാം പോയി കണ്ടുപിടിച്ചു. V1√2GH വെച്ചിട്ട് ഹെഡ് തന്നിട്ടുണ്ട്. V1 = √2GH വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇനി അല്ലെങ്കിൽ U = KU√2GH. ഈ KU തന്നിട്ടില്ലെങ്കിൽ 1 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ജെറ്റ് റേഷ്യോ ഇതെല്ലാം ചിലപ്പോൾ ഡെഫിനിഷൻ ആയിട്ടും ചോദിക്കും. ജെറ്റ് റേഷ്യോ ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് എങ്ങനെ കണ്ടുപിടിക്കുക? D/D. അതായത് ഡയമീറ്റർ ഓഫ് വീൽ ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് ഡയമീറ്റർ ഓഫ് വീൽ ടു ഡയമീറ്റർ ഓഫ് ജെറ്റ്. ഓക്കെ, ഇങ്ങനെ ജെറ്റ് ഇത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വേറെ ഡെഫിനേഷൻ എന്താ? ജെറ്റ് റേഷ്യോ മീൻ ബക്കറ്റ് ഡയമീറ്റർ ടു ഡയമീറ്റർ ഓഫ് ജെറ്റ്. ഓക്കെ, അപ്പോൾ ജെറ്റ് റേഷ്യോയിൽ ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ എഫിഷ്യൻസിൻ്റെ ഡെഫിനേഷനെല്ലാം ഒരു യൂണിവേഴ്സിറ്റി 3 മാർക്കിന് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്താക്കണം? ഓരോന്നിൻ്റെ എഫിഷ്യൻസി ഫിഗർ വരച്ചിട്ട് റിമെമ്പർ ചെയ്യാൻ നോക്കാം. ഓക്കെ, പിന്നെ അടുത്തത് എന്താ? റണ്ണർ പവർ. ഇപ്പോൾ റണ്ണർ പവർ എന്ന് വെച്ചാൽ വർക്ക് ഡൺ പെർ സെക്കൻഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താൽ ρAV1 × VW1 ± U നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. VW2 U. ഓക്കെ, ഇതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇനി ചിലപ്പം ചോദിക്കൂ നമ്പർ ഓഫ് ബക്കറ്റ്സ്, എത്ര ബക്കറ്റ്സിൻ്റെ എണ്ണം ഉണ്ട്. ഇപ്പോൾ Z എന്നാണ് ഇറ്റ് ഈസ് ഡിനോട്ടഡ്. Z = 15 + T/2D. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പെൽറ്റൺ ടർബൈൻ്റെ പ്രോബ്ലത്തിൽ ചോദിക്കുക. എഫിഷ്യൻസി ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓരോന്ന് കണ്ടുപിടിച്ച് എല്ലാം ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ ഗിവൻ ഡാറ്റ എഴുതിയിട്ട് ഓരോന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ഈ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി പ്രോബ്ലം ചെയ്യാം. പെൽറ്റണും കെപ്ലാനും ആൻഡ് ഫ്രാൻസിസിൻ്റെയും. ഓക്കെ, അടുത്തതാണ് ഫ്രാൻസിസ് ടർബൈൻ. ഫ്രാൻസിസ് ടർബൈൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാം? ഫ്രാൻസിസ് ടർബൈനെ കുറിച്ച് രണ്ടു നോക്കിയത്. ഇറ്റ് ഈസ് എ റിയാക്ഷൻ ടർബൈൻ. ആൻഡ് റേഡിയലി ഫ്ലോ ടർബൈൻ.
and u1 is not equal to u2. It will depend upon the diameter. ഇത് ഇൻവേർഡ് ഉണ്ട് ഔട്ട്വേർഡ് ഫ്ലോ ഉണ്ട്. ഇപ്പോൾ രണ്ട് വെലോസിറ്റി ട്രയാങ്കിൾ ഒന്നും തന്നിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇൻവേർഡ് ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യുക. ഓക്കെ, ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടേബിൾ. എന്താ ഔട്ട്വേർഡ് ഫ്ലോ റിയാക്ഷൻ ടേബിൾ. ഇൻവേർഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ വരാം ഡയറക്ഷൻ. ഇവിടെ ഒരു വെലോസിറ്റി ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും വെലോസിറ്റി ട്രയാങ്കിൾ വരും. ഓക്കെ, ഇത് V1 ആൽഫ തീറ്റ u1. ഇത് ഓൾറെഡി നമ്മൾ വരച്ചതാണ്. കർവ് പ്ലേറ്റിന് അതേ കേസാണ് VF1 V1. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതാണ്. ഇത് VR1. ഇനി ഇവിടെ എന്താ VF2 U2 VW2 VR2 V2 VR2 കേട്ടോ. ഇത് 5 ബീറ്റ. u1 എങ്ങനെ കണ്ടുപിടിക്കുക? u ഇസിക്കൽ പൈ ഡി എൻ ബൈ 6. അപ്പോൾ u1 ഇസിക്കൽ പൈ d1 n1 ഡയമീറ്റർ ഓഫ് ദ ഇൻലെറ്റിൻ്റെ നോക്കണം, ജെറ്റ് പോകണം. u2 എങ്ങനെ കണ്ടുപിടിക്കുക? പൈ d2 n ബൈ 60. ഇവിടെ u1 നോട്ട് ഈക്വൽ ടു u2, റേഡിയലി ഫ്ലോ ഉണ്ട്. സിമിലർലി എന്ത് വരും? ഔട്ട്വേർഡ് ഫ്ലോ എന്താ? ഇതേപോലെ വരക്കുക, കേർഡ് പ്ലേറ്റ് വരക്കുക. ഔട്ട്വേർഡ് ഫ്ലോ ഇങ്ങനെ ഉണ്ടാകും. ഔട്ട്വേർഡാണ് ഡയറക്ഷൻ തിരിക്കുക, സാധനങ്ങളെല്ലാം മാർക്ക് ചെയ്യുക. ഓക്കെ, സെയിം തന്നെ ഞാൻ എന്തായാലും മാർക്ക് ചെയ്ത്, നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി, ഇപ്പുറം നോക്കിയിട്ട് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി സ്പെഷ്യൽ കേസസ് ഉണ്ട്. ഇപ്പോൾ ഡിസ്ചാർജ് റേഡിയലി ഔട്ട്വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VW2 ഉണ്ടോ സ്പെഷ്യൽ? ഡിസ്ചാർജ് റേഡിയലി ഔട്ട്വേർഡ് എന്നത് വെലോസിറ്റി ട്രയാങ്കിൾ ഇങ്ങനെ ആവും. ഓക്കെ, അതായത് V2 is equal to VF2 VR2. ഓക്കെ, ഇവിടെ 5 U2. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഡിസ്ചാർജ് റേഡിയലി അറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ VW2 എന്ത് വരും? 0 വരും. ഓക്കെ, ഇത് കേസ് 1. കേസ് 2 എന്താ? U1 VR1 is equal to F1. So U1 is equal to V1 കേസ് ഒന്നാകാം. അപ്പോൾ VW2 0 കൺസിഡർ ചെയ്യുമ്പോൾ ഫാൻസി ടർബൈനിൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു KU√2GH ആണ്. ഇതാണ് KU എന്താ? സ്പീഡ് റേഷ്യോ വരും കേട്ടോ, സ്പീഡ് റേഷ്യോ. H ഹെഡ് അറ്റ് ഇൻലെറ്റ്, ഹെഡ് അവൈലബിൾ അറ്റ് ഇൻലെറ്റ്. EF1 എന്ത് വരും? KF√2GH.
ഇത് ഫ്ലോ റേഷ്യോ ഇതെല്ലാം ക്വസ്റ്റ്യനിൽ തരും. KF KU പിന്നെ അങ്ങനത്തെ എല്ലാം ക്വസ്റ്റ്യനിൽ തരും. റണ്ണർ പവർ റോ Q ഇൻറ്റു VW1 U1 പ്ലസ് VW2 U2. ഇത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ്. അപ്പോൾ ഈ ഡെറിവേഷൻ നോക്കണം കേട്ടോ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഡിസ്ചാർജ് ഇക്വേഷൻ. Q എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്ലോ ഏരിയ ഇൻറ്റു ഫ്ലോ വെലോസിറ്റിയാണ്. ഫ്ലോ ഏരിയ എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ഫ്ലോ ഏരിയ D1 B1 വിഡ്ത്ത് ഇൻറ്റു VF1 ആണ് Q. ഇനി അഥവാ രണ്ടാമത്തെ ആണെങ്കിൽ എന്ത് വരും? D2 B2 VF2. ഇതിൽ ഏത് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ Q കണ്ടുപിടിക്കുക, ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. ഓക്കെ, അതിൻ്റെ സെയിം ആയിരിക്കും. വിഡ്ത്ത് എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഉണ്ടാകാം. B എന്ത് വരും? B1 B2 width of the inlet, B2 and the width of the outlet. Okay. അടുത്ത ഇക്വേഷൻ എന്ത്? എനർജി ബാലൻസ് ഇക്വേഷൻ. ഇത് നമ്മൾ ബെർണോളിസ് തിയറം വെച്ചിട്ട് കിട്ടുന്ന എനർജി ബാലൻസ്. ടോട്ടൽ എനർജി ഈസ് കൺസർവേറ്റീവ്. ഓക്കെ, അപ്പോൾ നെറ്റ് ഹെഡ് കിട്ടും. ഇതിന് നമുക്ക് ഇക്വേഷൻ ഇതാക്കിയാൽ നെറ്റ് ഹെഡ് കിട്ടും. അപ്പോൾ ഡെറിവേഷനൊന്നും നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ മാത്രമേ ഇതാ. VW1 U1 പ്ലസ് VW2 U2 ബൈ G പ്ലസ് V2 ഇത് ലോസാണ്. ടർബൈൻ ഹെഡ് അറ്റ് എക്സിറ്റ് ഓഫ് ദ ടർബൈൻ്റെ എക്സിറ്റാണ്. ബെർണോളിസ് ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ V2² ബൈ 2G. ഇപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് മീറ്റേഴ്സ് ഓഫ് വാട്ടറിലേക്ക് ഉണ്ടാകും. ഓക്കെ, അടുത്ത കേസാണ് ലാസ്റ്റത്തെ കേസ്, കാപ്ലാൻ ടർബൈൻ. Kaplan turbine, it is an axial flow turbine. It's an axial flow. ഇതിൻ്റെ ഫിഗർ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരക്കണം. പിന്നെ ഹബ്ബുണ്ട്, ഈ സാധനമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് ഹബ്ബ് എന്ന് പറയും. ഓക്കെ, ഇത് ഈ ഡിസ്റ്റൻസ് എന്ത് വരും? ഈ ഡിസ്റ്റൻസ് ഇത് ഔട്ടർ ഡയമീറ്റർ, ഇത് ഹബ്ബ് ഡയമീറ്റർ. ഓക്കെ, DH ഹബ്ബ് ഡയമീറ്റർ, ഇത് ഹബ്ബ് ഡയമീറ്റർ. അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കേണ്ടി വരും. ഡിസ്ചാർജ് Q ഫ്ലോ വെലോസിറ്റി ഇൻറ്റു ഏരിയ, ഫ്ലോ ഏരിയ ഇൻറ്റു ഫ്ലോ വെലോസിറ്റി. ഓക്കെ, ഫ്ലോ ഏരിയ ഇൻറ്റു ഫ്ലോ വെലോസിറ്റി. അപ്പം എന്തൊരു ഫ്ലോ ഏരിയ എത്ര? π/4 U² മൈനസ് DH² ഇൻറ്റു ഫ്ലോ വെലോസിറ്റി VF1. ഓക്കെ, ഇതാണ് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. വെലോസിറ്റി ട്രയാങ്കിൾ എടുത്ത് വരക്കാം. DH ഹബ്ബ് ഡയമീറ്റർ, DO ഔട്ടർ ഡയമീറ്റർ. കപ്ലാൻ ടർബൈന് പ്രോബ്ലം ചോദിക്കൽ കുറവാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ പെൽറ്റനും മറ്റേ ഫാൻസിനും ചോദിക്കുക. പിന്നെ കർവ്ഡ് പ്ലേറ്റിൻ്റെ പ്രോബ്ലം. ഓക്കെ, എന്നാലും പക്ഷേ ഇതെല്ലാം പഠിക്കണം, ചിലപ്പോൾ ഇതെല്ലാം സിലബസിലുള്ളതാണ്. VF1 = VF2 = VF. അപ്പോൾ ഇത്
u1 ഈസ് ഈക്വൽ ടു u2 ഈസ് ഈക്വൽ ടു u1. ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് സെയിം ആണ്. നമുക്ക് വെലോസിറ്റി ട്രയാങ്കിൾ വരക്കാം. അപ്പോൾ വെലോസിറ്റി ട്രയാങ്കിളിൽ ഈ ലൈൻ ഇമാജിനറിയാണ് കേട്ടോ. ഇമാജിനറി ഇത് ആൽഫ, ഇത് 5, ഇവിടെ w2 u2 e2 എടുക്കേണ്ടി വരും, vr2 vf2, ഇത് v1 വരും, ഇവിടെ u1, ഇത് vw1, അങ്ങോട്ടേക്ക് vf1. ഈ ആംഗിൾ ഉണ്ട്, ഈ ആംഗിൾ ഇമ്പോർട്ടൻ്റ് ആയില്ല, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതിൻ്റെ കേസിൽ സൈൻ റൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. സൈൻ റൂൾ അതായത് v1 എടുക്കാം. അപ്പോൾ ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ v1 ഡിവൈഡ് ബൈ സൈൻ റൂൾ വരും, എന്ത് വരും, ഇത് 180 മൈനസ് തീറ്റ വരാം, സൈൻ 180 മൈനസ് തീറ്റ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ത് വരും, 180 മൈനസ് തീറ്റ. ഓക്കെ, v1 ആകുമ്പോൾ ഫുൾ എടുക്കാം, എന്ത് വരും, സൈൻ 180 മൈനസ് തീറ്റ വരും. എന്ത് വരും, ഇവിടെ ബീറ്റയാണ്, അപ്പോൾ ഈ ആംഗിൾ എത്ര വരും, ബീറ്റ മൈനസ് 5 വരും. ഓക്കെ, v1 എടുക്കുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് 180 മൈനസ് തീറ്റയാണ്. ഓക്കെ, ഇനി u1 എടുക്കുമ്പോൾ എന്ത് വരും, അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും, u1 എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈൻ തീറ്റ മൈനസ് ആൽഫ. vr1 എടുക്കുമ്പോൾ എന്ത് വരും, ഇതാണ് vr1 എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും, സൈൻ ആൽഫ. സിമിലർലി ഇത് ഇൻലെറ്റിൻ്റെ കേസ്, ഔട്ട്ലെറ്റിൻ്റെ കേസിന് എന്ത് വരും, ഈ ഇഷ്ടം എടുക്കുക, ഫസ്റ്റ് u2 എടുക്കുക. u2 എടുക്കുമ്പോൾ u2ൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ എത്ര, സൈൻ ബീറ്റ മൈനസ് 5 ഇസ് ഈക്വൽ ടു അടുത്തെന്ത് വരും, v2 എടുക്കുക. v2 എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ത് വരും, v2 എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സൈൻ മൊത്തം v2 ബീറ്റ മൈനസ് 5, v2 ഡിവൈഡ് ബൈ സൈൻ 5, vr1 ഡിവൈഡ് ബൈ സൈൻ 5. ഇത്രയും ഇത് ഇക്വേഷനാണ് ഇത് എന്ത് വരാം, കാപ്ലാൻ ടർബൈൻ്റെ കേസിൽ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് പ്രോബ്ലം ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വീഡിയോ യൂണിവേഴ്സിറ്റി പ്രോബ്ലം ചെയ്യാം. ഓക്കെ.